നമസ്കാരം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജ്വലിക്കുന്ന മനസ്സുകൾ. പരിമിതമായ സാമ്പത്തിക സ്ഥിതിയെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അടുത്തുള്ള പാവങ്ങളെ സഹായിക്കാൻ അവർ മടിച്ചില്ല. സാമ്പത്തിക വിഷമതകൾ കണക്കിലെടുക്കാതെ എന്നെ സ്കൂളിലേക്ക് അയക്കാൻ അച്ഛനെ പ്രേരിപ്പിച്ചത് എന്റെ അധ്യാപകൻ ഭൂതപ്പാട്ടിന്റെ കഥാരൂപം. പണ്ട് മലമുകളിൽ ഒരു ഭൂതത്താൻ താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം ആ ഭൂതം ശല്യം ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അങ്ങേരിയുടെ ഉണ്ണി എഴുത്തു പഠിക്കാനായി മലമുകളിലേക്ക് പോയത്. ഉണ്ണി തിരികെ വരുന്നത് കണ്ട ഭൂതത്തിന് ഉണ്ണിയെ വളർത്താൻ PK ശിവദാസിന്റെ അങ്ങനെ കടലുണ്ടായി എന്ന പുസ്തകം. അതിൽ തിരകൾ, സമുദ്രത്തിന് കുറുകെ വീശുന്ന കാറ്റാണ് തിരകൾ ഉണ്ടാകുന്നത്. തിരയടിക്കുമ്പോൾ വെള്ളം മുന്നോട്ട് തള്ളുന്നതായി തോന്നും, പക്ഷേ സത്യത്തിൽ വെള്ളം മുകളിലേക്കും ചുറ്റും താഴേക്കുമാണ് ചലിക്കുന്നത്. തിരയുടെ ഉയർന്ന ഭാഗത്തിന് ക്രെസ് എന്നും താഴ്ന്ന ഭാഗത്തിന് ട്രോഫ് എന്നും പറയും. முதல் வெற்றிக்கு பிறகு ஓய்வெடுக்க வேண்டாம். ஏனென்றால் இரண்டாவது வெற்றியில் தோல்வி அடைந்தால் உங்கள் முதல் வெற்றி அதிர்ஷ்டம் என்று சொல்ல அதிக உதவிகள் காத்திருக்கின்றன. சிந்தனையே மூலதனம், நிறுவனமே வழி, கடின உழைப்பே தீர்வு. Need just in your sight. When me passes my soul, yes, crash my life to the ground. Yes, made me dwell in darkness. I did they long forgotten. Therefore, it must be face. വിശ്വോത്തരമായ രണ്ട് ബാല്യസാഹിത്യ കഥകളാണ്. അതിലൊന്നാണ് കഴുകൻ. സമുദ്രത്തിൽ നിന്നും കുറെ ദൂരെ ഒരു ഉയർന്ന പാതയുടെ അരികിൽ ഒരു കഴുകൻ കൂടുകെട്ടി അതിൽ ധാരാളം കുഞ്ഞുങ്ങളെയും വളർത്തി വന്നിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം കഴുകൻ ഒരു വലിയ മീനിനെ നഖങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് കൂട്ടിലേക്ക് പറന്നു വന്നു. കൂട്ടിന്റെ ആട് എന്ന വായനക്കുറിപ്പാണ്. മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം. ഒരു കേക്ക് വ്യാപാരി കേക്ക് വിൽക്കുകയായിരുന്നു. ഒരു കാക്ക ഒരു കേക്കുമായി ഒരു മരത്തിന്റെ കൊമ്പിൽ പറന്നുപോയി. ആ വഴിക്ക് കുഞ്ഞുണ്ണി മാഷ് 1927 മെയ് 10 തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് അതിയാരത്ത് ജനിച്ചു. അധ്യാപകനായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കഥകൾ. മനുഷ്യശക്തി. ഒരിക്കൽ ഒരു കുറുക്കനും ചെന്നായും വഴക്കിടുകയായിരുന്നു. ചെന്നായ പറഞ്ഞു, മൃഗങ്ങളിൽ ഏറ്റവും ശക്തൻ ഞാനാകുന്നു. കുറുക്കൻ പറഞ്ഞു, അല്ലയോ അല്ല, ഏറ്റവും ശക്തൻ മനുഷ്യനാണ്, ചെറുപ്പക്കാരനായ മനുഷ്യൻ. കർമ്മനാളം. ജപ്പാനിൽ കഠിനാധ്വാനിയായ കർഷകരുണ്ടായിരുന്നു. വൃദ്ധനായതോടെ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അയാൾ വീടിനകത്ത് രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ വിശ്രമിച്ചു. അയാളുടെ മകൻ കൃഷിയിടത്തിൽ ഉത്സാഹത്തോടെ പണിയെടുത്തുകൊണ്ടിരുന്നു. ഒരു കുഞ്ഞു ഭാഗമാണ് വായിക്കുന്നത്. ഇതൊരു ആട്. എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്. എവിടെയെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു. എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾവി പോലും കേൾവിയില്ലാത്ത വീട്. ചാരിക്കാസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ. സുഭാഷ് ചന്ദ്രൻ കുഞ്ഞുങ്ങൾക്കായി എഴുതിയ കഥകൾ. ഒരു രാജാവിന്റെ വീഴ്ച. സിംഹരാജൻ രാവിലെ കണ്ണാടിയിൽ നോക്കി. ആഹാ, എന്തൊരു ഗമയാണ് തന്നെ കാണാൻ. ശരിക്കും ഒരു രാജാവ് തന്നെ. തന്റെ വമ്പൻ കിരീടമെടുത്ത സിംഹരാജൻ തലയിൽ. ഒരിക്കലൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. അത്യധ്വാനിയായിരുന്നു. അയാൾ ധാരാളം മുതൽ സമ്പാദിച്ചു കൂട്ടി. 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. അയാൾ വാത്സല്യനിധിയായ ഒരു അച്ഛൻ കൂടിയായിരുന്നു. എന്നാൽ മക്കൾ 4